ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്ന ഒരു സമയം, ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ ശിവനെ വിളിച്ചാൽ എത്ര വലിയ കടബാധ്യതകളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ പറഞ്ഞ രീതിയിൽ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു അമ്മയ്ക്ക് അവരുടെ കടബാധ്യതകളൊക്കെ മാറി മോന് 1,00,000 മേൽ ശമ്പളമുള്ള ജോലി കിട്ടി, വിദേശത്താണ്. പിന്നെ മക്കളെല്ലാം രക്ഷപ്പെട്ടു, നല്ല സാമ്പത്തിക സ്ഥിതിയായി, കടബാധ്യതകൾ മാറി. അപ്പോൾ അമ്മ എനിക്ക് ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അവർ നമ്പരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമ്പരൊക്കെ എൻ്റെ ഉണ്ട്, വെറുതെ ഒരു കാര്യം പറയത്തില്ല. മെസ്സേജ് ചെയ്തപ്പോൾ ഇന്ന് എന്നോട് വാട്സപ്പിൽ പറഞ്ഞ് ഇത് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം, എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ശിവനെ വിളിച്ചാൽ കടബാധ്യതകൾ പമ്പ കടക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പരിശ്രമം കൂടെ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ ഈശ്വരൻ തരും. അപ്പം നമുക്കത് പരിശ്രമത്തിലൂടെ നമുക്ക് സാമ്പത്തികം വരും. ഇപ്പൊ അമ്മയുടെ മോന് ഏകദേശം 1,400,000 രൂപയോളം ശമ്പളം ഉണ്ടെന്ന് അമ്മ തന്നെ വാട്സപ്പിൽ എന്നോട് പറയുന്നു. അതെല്ലാം എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്, നമ്പരും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അനുഭവങ്ങളാണ്, അതുകൊണ്ടാണ്. അതായത് വളരെ കടബാധ്യത ഉണ്ടായിരുന്നു, അതെല്ലാം വേടി മക്കളെല്ലാം രക്ഷപ്പെട്ടു. നല്ല സാമ്പത്തികമായിട്ട് അമ്മ തന്നെ പറയുന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടായി, നല്ല സാമ്പത്തികമായി ഇപ്പോൾ എന്ന് വെച്ചാൽ കോടികളിൽ നിന്നല്ല, ലക്ഷ കടങ്ങളൊക്കെ വീടി മക്കൾക്ക് ഇതുപോലെ വലിയ 1,00,000 മേൽ ശമ്പളമായി, കടങ്ങളെല്ലാം വീടി ഒരുമാതിരി നല്ല സാമ്പത്തികത്തിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ പറഞ്ഞ് ചെയ്ത് ആളുകൾക്ക് മാറ്റമുണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെ ജീവിതം മാറ്റും. അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന കാര്യങ്ങളോ ഒന്നുമല്ല, അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളായി പറയുന്നതെല്ലാം. അത് ഏതൊരാളുടെയും ജീവിതം മാറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം ഒരിക്കലും ഒരിടത്തും ആരും പറഞ്ഞു തരാത്ത ചില രഹസ്യങ്ങളാണ്, ലളിതമായ കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ രാവിലെ പുത്തൻകാവ് അമ്പലത്തിൽ പോയപ്പം അവിടെ ഒരുപാട് പേര് അമ്മയ്ക്ക് ഭൂമിക്ക് പണം അവരുടെ സംഭാവനകൾ സമർപ്പിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒക്കെ ധാരാളം ആളുകളുണ്ട്. ഞാനും സമർപ്പിച്ചു എൻ്റെ ഒരു വിഹിതം, വളരെ സന്തോഷം. അപ്പോൾ അവരെയൊക്കെ എന്നെ കണ്ടപ്പം അമ്മയുടെ വൈഭവങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. അത് ഇന്നലെ വയനാട് നിന്ന് ചിലർ പറയും സാറേ ഞങ്ങൾ തിരുവനന്തപുരത്താണ്, ഭയങ്കര ദൂരമാണ്, പുത്തങ്കാലമ്പലത്തിൽ വരാമെന്ന്. പക്ഷെ കേട്ടോണം, വയനാട് നിന്ന് ഇന്നൊരു 2 ആളുകൾ വന്നു, പുത്തങ്കാവിലമ്മയ്ക്ക് അറുനാഴി പായസം ചെയ്തു. എൻ്റെ വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇവർക്ക് 2 കാര്യങ്ങൾ സാധിച്ചു. ഒന്ന്, ഒരാൾക്ക് 10 വർഷമായിട്ട് ഗൾഫിലെ ജോലിക്ക് പ്രൊമോഷൻ ഇല്ലാതെ കിടക്കുകയായിരുന്നു. പുത്തങ്കാവിലമ്മയ്ക്ക് അറുനാഴി പായസം ചെയ്ത് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി, ഗൾഫിലാണ്. ഒരാൾക്ക് ഷിപ്പിലെ ക്യാപ്റ്റനായിട്ട് ടെസ്റ്റ് എഴുതി ഒക്കെ പലപ്പോഴും പരാജയപ്പെടുകയായിരുന്നു. പുത്തങ്കാവിലമ്മയ്ക്ക് അറുനാഴി പായസം ചെയ്ത് ക്യാപ്റ്റനായിട്ട് ഷിപ്പ് ക്യാപ്റ്റനായിട്ട് ജോലി കിട്ടി. കാരണം അത് ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടും എല്ലാം പരാജയപ്പെടുകയായിരുന്നു. അപ്പം ഇപ്പൊ ക്യാപ്റ്റനായി ഷിപ്പില്. അപ്പോഴതിനും 2 അറുനാഴി പായസം അവരിന്ന് പുത്തങ്കാവിലമ്മയ്ക്ക് അവിടെ വന്ന് അത് എല്ലാം ബുക്ക് ചെയ്തിട്ട് പോയി. എന്നിട്ട് എന്നെ കാണാൻ വന്നു. കാരണം ഞാൻ വീഡിയോ പറഞ്ഞു കേട്ടാണ് അവർ ചെയ്തത്. എന്നെ ഇവിടെ കാണാൻ വന്നു, വളരെ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ, പിന്നെ ഇന്ന് എന്നെ ഒരു അമ്മ ഇവിടെ കാണാൻ വന്നു. ആ അമ്മ, ഞാൻ വാട്സപ്പിൽ എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു, എല്ലാവർക്കും എൻ്റെ ശ്രദ്ധയപ്പെടുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അമ്മ പറഞ്ഞു, ആ അമ്മയുടെ മോൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എവിടെയോ ഇന്റർവ്യൂനോ എവിടെയോ പോയതാണ്, ഒരു ഫയലിനകത്ത് മുഴുവനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ വെച്ചിരിക്കുകയായിരുന്നു. ട്രെയിനെ വെച്ച് നഷ്ടപ്പെട്ടു. എവിടെ കിട്ടാനാണ്? ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ. പുത്തങ്കാവിലമ്മയ്ക്ക് എൻ്റെ വീഡിയോ കണ്ട് അറുനാഴി പായസം നേർന്ന് ആ ഫയൽ തിരിച്ചു കിട്ടി, വലിയ സന്തോഷം. അപ്പോൾ അത് എന്നോട് ഇന്ന് ഇവിടെ വന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവരും ഇതുപോലെയുള്ള നമ്മുടെ വീഡിയോ കാണുന്ന നല്ല കാര്യങ്ങൾ പറയുന്നവർക്കെല്ലാം ജീവിതത്തിൽ എൻ്റെ നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ടു ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട്. അതുപോലുള്ള നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, അനുഭവമുള്ള കാര്യം പറയുന്നത്. അപ്പം കടം വീടാൻ വേണ്ടി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം, അത് ചെയ്തവർക്ക് വലിയ കടം വീടിയിട്ടുണ്ട്. അവരെല്ലാം നല്ല സമ്പത്തിൽ ജീവിക്കുന്നു. മക്കളൊക്കെ വലിയ ജോലി, ഇത് ചെയ്ത ശേഷം വലിയ ജോലിയായി, ലക്ഷങ്ങൾക്ക് മേൽ ശമ്പളമായി സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇത് കൃത്യമായി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ മാറും. പിന്നെ നമ്മുടെ പരിശ്രമങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാകണം, പക്ഷെ അതിനുള്ള വഴികൾ തുറന്നു കിട്ടും. അപ്പം നമ്മളോട് പരിശ്രമിക്കാം നന്നായിട്ട്. അപ്പം ഞാനത് പറഞ്ഞുതരാം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം.
നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക്. എന്നിട്ട് ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സാപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് എനിക്ക് ഇടുക. എനിക്കറിയാവുന്ന നല്ല കാര്യമാണ്, ഞാൻ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരും. അതിന് ഫീസൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഈ എത്രയോ ആളുകളാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി 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 എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നാണ്. ഓം നർപ്പവി 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 എന്ന ആ സിദ്ധമന്ത്രത്തിന്റെ രഹസ്യം കേട്ടോ. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇനി വീഡിയോയിലേക്ക് വരാം, വിശദമായി പറഞ്ഞുതരാം. അതായത് നമ്മൾ രാവിലെ ഒരു 3:45-നും 5:30-ക്കും ഇടയിൽ എഴുന്നേൽക്കുക. ആ സമയത്തിന് എപ്പം വേണേലും ചെയ്യാം. ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ചെയ്താൽ മതി. ഈ സമയത്ത് വെളുപ്പിനെ 3:45 മുതൽ വെളുപ്പിനെ 5:30 വരെയുള്ള സമയത്തിനുള്ളിൽ ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ ചെയ്താൽ മതി. ആ സമയത്തിനുള്ളിൽ ഏത് സമയത്തിന് വേണേലും ഈ ശിവവിദ്യ ചെയ്യാം. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ കൈയും കാലും മുഖം കഴുകിയിട്ട് നിങ്ങൾ കിഴക്കോട്ട് കസേരയിരുന്ന് നിങ്ങൾ ഹൃദയത്തിലൊരു വീടിനകത്തിരുന്ന് ചെയ്യാം, കഥകൊന്നും തുറക്കണ്ട, അകത്തിരുന്ന് ചെയ്യാം. ഒരു ശിവലിംഗം ഹൃദയത്തിൽ ധ്യാനിക്കുക, കറുത്ത രൂപത്തിൽ. എന്നിട്ട് ആ ശിവലിംഗത്തിന് പുറയിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുന്നതായിട്ട് ഒരു പിൻവിളക്ക്, ഒരു ശിവലിംഗത്തിന് പുറയിൽ ഒരു പിൻവിളക്ക് തെളിയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് മനസ്സിൽ ഓം ഹ്രീം നമാന്ന് മനസ്സിൽ ജപിക്കുക. വാഗോണ്ട് ജപിക്കുക ഒരു തവണ, എന്നിട്ട് മനസ്സിൽ ജപിക്കുക. അമ്മ എൻ്റെ സാമ്പത്തികം നൽകണം, എന്നെ രക്ഷപ്പെടുത്തണേ പാർവ്വതീദേവി എന്ന് പ്രാർത്ഥിക്കുക, ആദിപരാശക്തി. എന്നിട്ട് കറുത്ത ശിവലിംഗത്തിന്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക, ഹൃദയത്തിൽ കണ്ണടച്ചോണ്ട്. എന്നിട്ട് ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുക, ഓം ശ്രീം നമശിവായ. എന്നിട്ട് മനസ്സിൽ ജപിക്കുക, എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് പറയുക. എന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈശ്വര, പരമേശ്വര, ഈശ്വര, പ്രപഞ്ച ഈശ്വര, എനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി, എല്ലാത്തിനും ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി. സന്തോഷത്തോടെ മനസ്സിൽ പറയുക. എന്നിട്ട് എനിക്ക് സാമ്പത്തികം നൽകണേ ഭഗവാനെ, ഞാനെല്ലാം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണടച്ച് അല്പനേരം ഒരു 15 മിനിറ്റോ കണ്ണടച്ച് നിങ്ങളുടെ ഉച്ചിയുടെ മുകളിലായിട്ടൊരു നീലപ്രകാശം സങ്കല്പിച്ച് അത് ശിവനും പാർവതിയാണെന്ന് സങ്കല്പിച്ച് അതിൽ ലയിച്ച് ഒരു ചിന്തയില്ലാതിരിക്കുക. നിത്യേന രാവിലെ ചെയ്യുക. അവര് ഏകദേശം 1 കൊല്ലത്തോളം ഈ വിദ്യ ചെയ്ത് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നെല്ലാം മാറി ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ഈ രാവിലെ പ്രപഞ്ചത്തോടുള്ള ഈ പ്രാർത്ഥന ഞാൻ ഇപ്പം പറഞ്ഞത് ആദ്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു രീതിയാണ്. ഞാൻ അവർക്ക് വേറെ രീതി ചെയ്ത് എന്തായാലും ഈ സമയത്തുള്ള പ്രപഞ്ചത്തോടുള്ള പ്രാർത്ഥന അവർ ചെയ്ത് അതിന്റെ തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് ഉള്ള ഒരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ആദ്യമായിട്ട് ഈ രീതി പറഞ്ഞു തരുന്നത്. പക്ഷെ ഇതുപോലുള്ള ഒരു രീതി തന്നെയാണ് അവരും ഞാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തത്. ഇതുപോലുള്ള രീതി തന്നെയാണ്. പക്ഷെ ഇത് പുതിയതായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൻ്റെ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സാമ്പത്തികം നിലനിൽക്കാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം അതാണ് ഓം ഹ്രീം നമ എന്ന് ഹ്രീം എന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും. മാത്രമല്ല ഒരിക്കലും ഐശ്വര്യത്തിന് കുറവ് വരത്തില്ല. അപ്പൊ ഇത് നിത്യേന രാവിലെ ചെയ്യുക. നിത്യേന രാവിലെ ഈ സമയത്ത് എഴുന്നേൽക്കുക. അതോടൊപ്പം നിങ്ങൾ ഞായറാഴ്ച വൈകുന്ന പാട് ശിവന് നെയ്യോ നെയ്വിളക്കോ തെളിയിച്ച് സാമ്പത്തികം പ്രാർത്ഥിക്കുക. അപ്പൊ അതിനു മുമ്പ് ശിവക്ഷേത്രത്തിൽ ഓം ഹ്രീം നമാന്ന് ജപിച്ചും പ്രാർത്ഥിക്കണം. ഓം ശ്രീം എന്ന് പൂജയുണ്ട് കേട്ടോ. ഓം ശ്രീം നമശിവായ എന്ന് ജപിച്ചും സാമ്പത്തികം ആവശ്യപ്പെടണം. അങ്ങനെ ക്ഷേത്രത്തിലും ചെയ്യാം. നിത്യേന രാവിലെ വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. ഇതിന്റെ രഹസ്യം പറഞ്ഞുതരാം. ഈ ശിവലിംഗ ഹൃദയത്തിൽ ധ്യാനിച്ച് അതിന് പുറകിൽ കണ്ണടച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിന് പുറകിൽ പിൻവിളക്ക്, ഒരു വിളക്ക് തെളിയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അത് നെയ്വിളക്കോ എന്തുവാകാം, അല്ലെങ്കിൽ സാധാരണ വിളക്കോ, ഒരു എണ്ണ ഒഴിച്ച വിളക്കായിക്കോട്ടെ, അല്ലെങ്കിൽ നെയ്വിളക്കായിക്കോട്ടെ. ശിവലിംഗത്തിന് പുറകിൽ നമ്മൾ സങ്കല്പിക്കുക, തെളിയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ വിളക്ക് അങ്ങനെ തെളിയിക്കും. പാർവ്വതീദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. പാർവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ജീവിതത്തിലേക്ക് അളവറ്റ സമ്പത്തും വരും, തടസ്സങ്ങളെല്ലാം മാറും, ആഗ്രഹങ്ങൾ സാധിക്കും.
ഓം ഹ്രീം നമ, ഹായാണ്, കാ ജപിക്കരുത്. ഞാൻ ഈ 2 മന്ത്രവും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അപ്പം അപ്പോഴേ നമ്മുടെ ഹ്രീം ജപിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും, എല്ലാ തടസ്സങ്ങളും മാറും, കർമ്മദോഷങ്ങളും മാറിക്കിട്ടും. പ്രധാനമായിട്ട് എന്ത് ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. സാമ്പത്തികവും വരും. പിന്നെ നമ്മൾ ശിവലിംഗത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് സങ്കല്പിക്കുകയാണ്. ഓം ശ്രീം നമശിവായ എന്ന് ജപിക്കണം. അങ്ങനെ ജപിക്കുമ്പോൾ ഈ ശിവലിംഗത്തിന് മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ സങ്കല്പിച്ച് ജപിക്കുമ്പോൾ നമ്മുടെ പിതൃദോഷം മാറിക്കിട്ടും. അതാണ് അതിൻ്റെ രഹസ്യം. പിതൃദോഷം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറും. നമുക്ക് സാമ്പത്തികത്തിന് പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും, പുതിയ അവസരങ്ങൾ ഉണ്ടാകും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പം കടബാധ്യതകളും മാറാനുള്ള സാഹചര്യങ്ങൾ വരും, അതിനുള്ള ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ വരും, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഇത് വീഡിയോ പറയണമെന്ന് ഇത് വീഡിയോ പറയണമെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു, സാറേ ഇത് ആർക്കും സാറ് പറഞ്ഞു കൊടുക്കുക. ഇത് ഞാൻ തന്നെ വീഡിയോ പറഞ്ഞത് അമ്മ ചെയ്തതാണ്. ഇതുപോലെ തന്നെ ഒരു രീതിയാണ് പറഞ്ഞത്, വെളുപ്പിനെ എഴുന്നേറ്റുള്ളത്. അപ്പം ഇങ്ങനത്തെ ഈ വിദ്യ ചെയ്ത് വീടും സ്ഥലവും ഉണ്ടായവരുണ്ട്, കടബാധ്യതകൾ മാറിയവരുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചവരുണ്ട്. അത്ഭുതമായ കാര്യമാണ്. ഈ നീലപ്രകാശത്തിൽ ഇങ്ങനെ ഉച്ചയിൽ നീലപ്രകാശമായിട്ടാ, അല്ലാതെ രൂപത്തിലല്ല, ശിവനും പാർവതിയാണെന്ന് ഉറപ്പിച്ച് നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് പിന്നെ വെറുതെ കണ്ണടച്ചിരിക്കുക, സങ്കല്പിച്ച് കണ്ണടച്ചു. മനസ്സിലായില്ല? ഈ നീലപ്രകാശത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, പ്രകാശം എന്ന് വെച്ചാൽ ഊർജമാണ്. നീലപ്രകാശം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക ഊർജമാണ്. അപ്പൊ ഈ ഊർജ രൂപത്തിൽ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ശിവചൈതന്യവും പാർവതിദേവിയുടെ ചൈതന്യവുമായി കണക്ട് ആകും. കാരണം ഈ എനർജി തലത്തിൽ ധ്യാനിക്കുമ്പോഴാണ് പെട്ടെന്ന് കണക്ട് ആകുന്നത്. നമ്മളൊരു എനർജി, ആ പ്രകാശം, ആ നീലപ്രകാശമായ എനർജി ആയിട്ട് നമ്മൾ ഈശ്വരനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ആ പ്രപഞ്ചബോധമായിട്ട് കണക്ട് ആകും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഉച്ചിയുടെ മുകളിലാണ് ഒരു നീലപ്രകാശം സങ്കല്പിച്ച് അത് ശിവനും പാർവതിയാണെന്ന് ഉറപ്പിച്ച് സാമ്പത്തികം തരണേ അമ്മേ പാർവതിദേവി ഓം ഹ്രീം നമ എന്ന് പ്രാർത്ഥിച്ച്, ശിവഭഗവാനെ സാമ്പത്തികം നൽകണേ ഓം ശ്രീം നമശിവായ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് പിന്നെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ അല്പനേരം ഇരിക്കുക, ഒരു 15 മിനിറ്റോ വല്ലതും ഇരിക്കുക, 5 മിനിറ്റ് ആണെങ്കിലും മതി കേട്ടോ, ഒന്നും ചിന്തിക്കാതെ എന്നിട്ട് കണ്ണ് തുറക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നൊരു രഹസ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ സഹസ്രാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ, അതായത് ഉച്ചി നമ്മുടെ തലയുടെ മധ്യഭാഗം, ഈ സഹസ്രാരത്തിന് മുകളിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ഈ സഹസ്രാരത്തിലൂടെ പ്രാപഞ്ചിക ഊർജം നമ്മളുടെ എല്ലാ ചക്രാസിലേക്കും ഒഴുകും ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങൾ അതൊന്നും സങ്കല്പിക്കേണ്ട, പറഞ്ഞത് ചെയ്താൽ മതി. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ചക്രാസിലേക്കും പ്രാപഞ്ചികമായ ഊർജം, ശിവശക്തി ഊർജം ഒഴുകും. ശിവനും ശക്തിയാണ് പ്രപഞ്ചം, മനസ്സിലാകുന്നുണ്ടോ? ശിവനും ശക്തിയുമാണ് പ്രപഞ്ചം. ആ പ്രാപഞ്ചിക ഊർജം ഒഴുകും. അപ്പം നമ്മളുടെ ഓരോ ചക്രാസിലും ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും. മൂലാധാര ചക്രത്തിന് ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ തടസ്സങ്ങൾ മാറും, ബ്ലോക്കുകൾ മാറും, സമ്പത്തുണ്ടാകും. സ്വാധിഷ്ഠാന ചക്രത്തിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മളുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനും ഒക്കെയുള്ള ഒരു അനുഗ്രഹം കിട്ടും. അത് മണിപ്പൂര ചക്രത്തിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഭയങ്ങൾ മാറും, എല്ലാ ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അനാഹത ചക്രത്തിന് ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ വിളിച്ച വിളിപ്പുറത്തായി ഈശ്വരൻ. വിശുദ്ധി ചക്രത്തിന് ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം ഭഗവാന്റെ ആ സർവ്വ അനുഗ്രഹങ്ങളും അമ്മയുടെയും ഭഗവാന്റെയും പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ആജ്ഞാചക്രത്തിൽ ഈശ്വരീയമായ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെ നടക്കും. അതിപ്പോൾ ഈ സഹസ്രാരത്തിലൂടെയാണ് നമ്മുടെ ഓരോ ചക്രങ്ങളിലേക്കും. നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ചക്രമാണ് മൂലാധാര ചക്രം. നിങ്ങൾ ഗൂഗിളിൽ സുഷുമ്നയിലെ ചക്രാസ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് മൂലാധാര ചക്രം. അതിന് തൊട്ട് മുകളിലുള്ള ചക്രമാണ് എല്ലാം നട്ടലിൽ തന്നെ സ്വാധിഷ്ഠാന ചക്രം, പൊക്കിൾക്കൊടിക്ക് താഴെ. ഇനി പൊക്കിൾക്കൊടിക്ക് മുകളിൽ നട്ടലിൽ ഉള്ള ചക്രമാണ് മണിപൂരക ചക്രം. പിന്നെ നെഞ്ചും കുഴിക്കകത്ത് നട്ടലിന്റെ ഭാഗത്തുള്ളതാണ് അനാഹത ചക്രം. തൊണ്ടക്കുഴിക്കുള്ളിൽ നട്ടലിന്റെ ഭാഗത്തുള്ളതാണ് വിശുദ്ധി ചക്രം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന തലയ്ക്കുള്ളിലെ ജംഗ്ഷനിലുള്ളതാണ് ആജ്ഞാചക്രം. ചക്രം എന്ന് വലിയ ചക്രമൊന്നുമല്ല, അത് എനർജി പോയിന്റ്സ് ആണ്, ഊർജ്ജമാണ്, സൂക്ഷ്മ ശരീരമാണ്, നമ്മുടെ സൂക്ഷ്മ ശരീരം തന്നെയാണ്. നമുക്ക് എപ്പോൾ മാറ്റമുണ്ട്, നമുക്ക് കടബാധ്യതകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ പരാജയം ഉണ്ടാകുന്നതുകൊണ്ടും സമ്പത്ത് ഉണ്ടാകാനുള്ള പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് അതിനുള്ള അവസരങ്ങളും അല്ലെ ചെയ്യാനുള്ള കഴിവുകളും അല്ലെ ആ സമയങ്ങളും ഒന്നും ശരിയാകാത്തത് കൊണ്ടാണ്. അതെല്ലാം കർമ്മദോഷമായി ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മളുടെ ഈ ചക്രാസിലെ സൂക്ഷ്മ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴേ സ്ഥൂല ശരീരത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. സ്ഥൂല ശരീരം എന്നാ നമുക്ക് പിടിക്കാവുന്ന ഈ ശരീരം, സ്ഥൂല ശരീരത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ആദ്യം മാറ്റം വരേണ്ടത് സൂക്ഷ്മ ശരീരത്തിലാണ്, ചക്രാസിലാണ് മാറ്റം വരേണ്ടത്. ഇപ്പൊ ഞാനൊക്കെ ക്രിയായോഗ, ക്രിയാകുണ്ടലിനി, പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ സൂക്ഷ്മ ശരീരത്തിലെ മാറ്റം ഉണ്ടാകാനുള്ള വിദ്യ പഠിപ്പിച്ചു വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോഴേ ജീവിതം മാറുന്നത്, അപ്പോഴേ നമ്മുടെ കർമ്മദോഷം മാറുന്നത്. മനസ്സിലായില്ലേ? അതാണ് സൂക്ഷ്മ ശരീരമാണ് ഏറ്റവും രഹസ്യം. അതിനാണ് നിങ്ങൾക്ക് ഈ വിദ്യ ഞാൻ പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. അതോടൊപ്പം ശനിയാഴ്ചകൾ വൈകുന്ന പാട്, ശനിയാഴ്ച അല്ല ഞായറാഴ്ച വൈകുന്ന പാട് നെയ്വിളക്കല്ലേ, നെയ്യ് എങ്ങനെ വളയം ചെയ്യാം. ഓം ഹ്രീം നമാന്ന് ജപിച്ച് ശേഷം അമ്മയോട് പാർവതിയോട് സമ്പത്ത് ആവശ്യപ്പെടണം. അത് വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. അതിനുശേഷം ഓം ശ്രീം നമശിവായ എന്ന് ജപിച്ച് ഭഗവാനോട് സമ്പത്ത് ആവശ്യപ്പെടണം, മഹാലക്ഷ്മിയോട് സമ്പത്ത് ആവശ്യപ്പെടണം. എന്നിട്ട് നെയ്യല്ലേ, നെയ്വിളക്ക് നടയെ വെച്ച് ശിവനടയെ വെച്ച് സാമ്പത്തികം പ്രാർത്ഥിച്ച് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഞായറാഴ്ചകൾ വൈകുന്ന പാട് ചെയ്യണം. പിന്നെ ഇതോടൊപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച രാവിലെ ശിവന് രാവിലെ പാൽപ്പായസം, കൂവളത്തിലാർച്ചന, മൃത്യുഞ്ജയാർച്ചന, നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇത് ചെയ്ത് പ്രാർത്ഥിക്കണം. മാസത്തിൽ 1 വീതം ആവർത്തിക്കണം കേട്ടോ. ഭഗവാനോട് നന്ദിയും പറയണം, പാർവതിദേവിയോട് നന്ദി പറയണം, ഭഗവാനോട് നന്ദി പറയണം. അപ്പോഴും ഞാനീ പറഞ്ഞ മന്ത്രങ്ങൾ ഓം ഹ്രീം നമ എന്ന മന്ത്രം ജപിച്ച് പാർവതിദേവിയോട് സാമ്പത്തികം ആവശ്യപ്പെടണം. ഓം ശ്രീം നമശിവായ എന്ന മന്ത്രം ചൊല്ലി ശിവഭഗവാനോട് സാമ്പത്തികം ആവശ്യപ്പെടണം, നന്ദി പറയണം. പാർവതിദേവിയോട് നന്ദി പറയണം, ശിവഭഗവാനോട് നന്ദി പറയണം. ഈ കാർത്തിക, മൂലം, പൂരം, രേവതി ഈ നക്ഷത്രക്കാര്, അതായത് DNA അസ്ട്രോളജി, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് ചൊവ്വാകർമ്മയുള്ളവരാണ്. അപ്പൊ ഇവര് ഞാൻ പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട്. മിക്കവാറും വീട്ടിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുക, അങ്ങനെ ഒരുപാട് 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 ദുരിതങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലോ അല്ലെങ്കിൽ 2 അല്ലെ 3 അല്ലെ 4. ഈ 2 മാത്രമാണെങ്കിലും മതി ഒരു വീട്ടിലുണ്ടെങ്കിൽ ഈ ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മ കൂടിയിരിക്കും. അപ്പൊ അതിന് ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മകയിരം, അത്തം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്കും വളരെ ഒരുപാട് ക്ലേശങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളെ, പിന്നെ സാമ്പത്തികപരമായ പ്രതിസന്ധികളെ, ചിലർക്ക് ഈ ദാമ്പത്തികമായ ഐക്യത്തിന് പ്രശ്നമേ, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്, സാമ്പത്തികമായ ഒരു ഉയർച്ചയ്ക്ക് പ്രശ്നങ്ങളെ, ലോണ്, കടം ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് DNA അസ്ട്രോളജി അനുസരിച്ച് വ്യാഴകർമ്മയാണ്, അവർക്കും ചെയ്യാവുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. പിന്നെ ഭരണി, മകം, തൃക്കാട്ട, ഉത്രാടം ഈ നാളുകാര്, ഭരണി, മകം, തൃക്കേട്ട, ഉത്രാടമല്ല ഉത്രട്ടാതി കേട്ടോ, പറഞ്ഞപ്പോൾ മാറിപ്പോ, ഒന്നുകൂടെ പറയാം. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഇത് ചന്ദ്രകർമ്മയാണ്. അപ്പൊ ഇവരും ഈ നാളുകാരും പലപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായിട്ട് വരാം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടാത്തൊരവസ്ഥ, പല പല പ്രതിസന്ധികൾ, ഒരു ദുരിതത്തിന് പുറകെ ഒരു ദുരിതം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ഇത്രയും നക്ഷത്രക്കാർക്കും ഞാൻ പറഞ്ഞ് ചെയ്ത് ഫലമുണ്ടായ ഒരു കാര്യം പറഞ്ഞുതരാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. കാർത്തിക, മൂലം, പൂരം, രേവതി ചൊവ്വാകർമ്മ, മകയിരം, അത്തം, ഉത്രാടം വ്യാഴകർമ്മ, ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ചന്ദ്രകർമ്മ. DNA അസ്ട്രോളജി അനുസരിച്ച് അവര് പായിപ്പാട് പുത്തൻകാവൽ അമ്പലത്തിൽ വരിക. വെള്ളിയാഴ്ച രാവിലെ വന്നു അമ്മയ്ക്കൊരു കടുംബായസം, ഒരു ചെമ്പരത്തിമാല, നെയ്യ് അല്ലെ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്ത് അമ്മ എനിക്ക് സമ്പത്തിയം നൽകണം, എന്റെ ജീവിതം രക്ഷപ്പെടുത്തണം എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, നടക്കി വെക്കുക. അതിനുശേഷം കുളമുണ്ട്, അവിടെ കുളത്തിൽ മലര് കൊണ്ട് മീനോട്ട് നടത്തുക. അവിടെ തന്നെ മലര് മേടിക്കാൻ കിട്ടും. ഇത് വെള്ളിയാഴ്ചകളിൽ പറ്റുന്ന പോലെ, വരാൻ പറ്റുന്നവർ വരിക, അല്ലാത്തവർ വരണ്ട. ഞാൻ അനുഭവം പറയുന്നത്. വെള്ളിയാഴ്ചകളിൽ ആവർത്തിച്ച ഈ നാളുകാര് ഇങ്ങനെ കുറെ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇത് ചില കർമ്മയാണ്. വലിയ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും, ഒരുപാട് ചിലർക്ക് ചിലപ്പം കേസ്, വഴക്ക് ഇതൊക്കെ ഉണ്ടാകാം. സാമ്പത്തിക തട്ടുകളിൽ പോയി ചാടുക. ഈ നാളുകാർക്ക് കുറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അപ്പം എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും ജനിച്ച സമയം അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരാം. അപ്പൊ അവർക്കൊക്കെ ഈ പുത്തങ്കാവുലമ്മയ്ക്ക് വെള്ളിയാഴ്ച ഞാനീ പറഞ്ഞ കാര്യം ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപാരമായ സമ്പത്ത്, ഐശ്വര്യം, ഞാൻ പറഞ്ഞാൽ എന്തെല്ലാം ഉയർച്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരിക. കാരണം നിങ്ങൾക്ക് ദൂരെ ഉള്ളവർ
എപ്പോഴെങ്കിലും വരിക അല്ലേ, അടുത്തുള്ളവർക്ക് വരാം, പറ്റുന്ന ഒരു വെള്ളിയാഴ്ചകൾ വന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു ചെമ്പരത്തിമാലയ്ക്ക് അവിടെ 10 രൂപ പറഞ്ഞു, മനസ്സിലായോ? പിന്നെ അമ്മയ്ക്ക് ഒരു കടുംബായുസും 50 രൂപ, പിന്നെ ഒരു ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി, അത് 10, 15, 20 എത്രയാണെന്ന് എനിക്കറിയില്ല, അത്ര ആയിരിക്കും. പിന്നെ ഒരു നെയ്യല്ലേ നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുളത്തിൽ 20 രൂപ വേണ്ട, മലര് കൊണ്ട് മീനോട്ട് ചെയ്യുക. ഇത് ചെയ്തവരെല്ലാം വെള്ളിയാഴ്ച ചെയ്യണം, രാവിലെ ചെയ്യണം. ജീവിതത്തിൽ ഈ കർമ്മ, ഈ ഇപ്പം ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ചന്ദ്രകർമ്മയും അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ മാറുന്നതായിട്ട് ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ മനസ്സിലായില്ലേ, അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ. പിന്നെ 27 നക്ഷത്രക്കാർക്കും അമ്മയെ വന്ന് കണ്ടു തൊഴാം, വഴിപാടുകൾ ചെയ്യാം, എല്ലാവർക്കും ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ നക്ഷത്രക്കാരുടെ പേര് എടുത്തു പറയാൻ കാര്യം, ഈ നക്ഷത്രക്കാർ പലപ്പോഴും ജീവിതത്തിൽ കൂടുതൽ സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നവർ. ഇപ്പൊ ഈ അത്തം നാളുകാരെന്ന് വിചാരിച്ചു, അവർക്കുണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉത്തരവാദിത്വം മാത്രമല്ല, ചിലപ്പം വീട്ടിലെ സഹോദരിയുടെ ആയിരിക്കും, സഹോദരന്റെ ആയിരിക്കും, അല്ലെ മറ്റുള്ളവരുടെയും കൂടെ ഉത്തരവാദിത്വം കൂടെ തലയിലെടുത്ത് വെച്ച് അനുഭവിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത്തം നക്ഷത്രക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ പൂരം, രേവതി, കാർത്തിക, അതുപോലെ മൂലം, ഈ നാളുകാരൊക്കെ വളരെ സഫറിങ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നുപോയി. മാത്രമല്ല വീട്ടിൽ പലപ്പോഴും കലഹം, വഴക്ക്, പ്രതിസന്ധികൾ, ഒരു 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 മനസ്സിന് ഒരു പ്രതിസന്ധികൾ കൊണ്ട്, കലഹം കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 27 നക്ഷത്രക്കാർക്കും പുത്തൻകാവ് അമ്പലത്തിൽ വന്ന് ഈ കാര്യം അമ്മയ്ക്ക് ചെയ്താൽ അവരുടെ എല്ലാം ജീവിതം രക്ഷപ്പെടും. പെട്ടിട്ടുണ്ട്, അനുഭവമുണ്ട്. ഈ നക്ഷത്രക്കാരെ എടുത്തു പറഞ്ഞത്, ഈ നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മകയിലും ചിലപ്പം കല്യാണം കഴിച്ചു, ഭർത്താവുമായിട്ട് വേർപെടുക, അല്ലെ ഒന്നിച്ച് ജീവിച്ചാൽ പോലും വേർപെട്ട് നിൽക്കുന്ന പോലത്തുള്ള ജീവിതം, അങ്ങനെയുള്ള, പിന്നെ അല്ലെ സാമ്പത്തിക ദുരിതങ്ങളെ ഒക്കെ ഉണ്ടാകുന്നു. പിന്നെ ഉത്രാടം പലതും ചെയ്തു, രക്ഷപ്പെടുന്നില്ല. ഇനി അതല്ല, കാർത്തിക, മൂലം, പൂരം, രേവതി സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുക. ഇപ്പൊ ഗൾഫിന് പോകാൻ പൈസ കൊടുത്തു, ആ പൈസ പോയി, ഒരറിവുമില്ല. അങ്ങനെ സാമ്പത്തികമായ കടക്കണികൾ, തട്ടിപ്പുകളിൽ പോയി ചാടുക. വീട്ടിലാണ് എപ്പോഴും വഴക്ക്, ബഹളം, കലഹങ്ങള്. അപ്പൊ ഇത് ഈ പറഞ്ഞ നക്ഷത്രങ്ങളില് ഈ 2 എണ്ണം ഒരു വീട്ടിലുണ്ടെങ്കിലാണ് കൂടുതൽ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. 2ഓ 3ഓ, ഒരെണ്ണോണ്ട് അത്രയും പ്രശ്നമില്ല. എങ്കിലും എന്ന് വെച്ച് പ്രശ്നം ഉണ്ടാകണമെന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ജനിച്ച സമയം നല്ലതാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഈശ്വരാധീനവും കർമ്മഫലമൊക്കെ ഉണ്ടെങ്കിലും, നല്ല കർമ്മഫലം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പൊതുവായിട്ട് പറഞ്ഞ കേട്ടോ. പിന്നെ ഭരണി മകം, ഒരു വീട്ടിൽ തന്നെ ഭരണി മകവും 2 ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെ മകവും തൃക്കേട്ട ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെ തൃക്കേട്ട ഉത്രട്ടാതി ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെ ഭരണിയും തൃക്കേട്ട ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മകവും ഉത്രട്ടാതി ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ തൃക്കേട്ടയും ഉത്രട്ടാതി ഉണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ 2 നാളുകാരോ അല്ലെ കൂടുതൽ വരുമ്പോഴാണ് കുറച്ച് കർമാസിന്റെ ഒരു ഇത് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ദോഷമൊന്നുമല്ല, അത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ചിലർക്ക് അത് വലിയ ബാധിക്കത്തില്ല. കാരണം അവരുടെ മുൻജന്മ പുണ്യം, അല്ലെ അവർ ചെയ്യുന്ന കർമ്മങ്ങളെ എല്ലാവർക്കും പിന്നെ ജനിച്ച സമയം അനുസരിച്ച് ഇതിനകത്തൊക്കെ മാറ്റം വരും. പക്ഷെ ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഇപ്പൊ മകങ്കാരനായിക്കോട്ടെ, പുത്തൻകാവിലമ്മയെ ഒന്ന് വിളിച്ചു നോക്കിയേ, ഒന്ന് വഴിപാട് ചെയ്ത് നോക്കിയേ, ലക്ഷപ്രഭുക്കളായവരെ എനിക്കറിയാം. ഒന്നുമില്ലായ്മേന്ന്, സീറോയിൽ നിന്ന്, വട്ടപൂജ്യത്തിൽ നിന്ന് ലക്ഷപ്രഭുക്കളെ, ധാരാളം ഭൂമി, വണ്ടി, എവറിഥിങ് ഉണ്ടായവരുണ്ട്. അതുപോലെ ഭരണി ആയിക്കോട്ടെ, തൃക്കേട്ട ആയിക്കോട്ടെ, ഉത്രട്ടാതി ആയിക്കോട്ടെ, എത്ര ആളുകൾ. അപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലെ പുറകെ പോകുന്നു. പക്ഷെ ചെയ്യേണ്ട കാര്യം, ഒരു കറക്റ്റ് ശരിയായിട്ട് കാര്യം ചെയ്താൽ അതുമാതി ജീവിതം രക്ഷപ്പെടാൻ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ആവശ്യം പോലെ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. പിന്നെ നിങ്ങൾ അമ്പലത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്മയ്ക്ക് നന്ദി പറയണം. പിന്നെ അവിടെ അമ്മയുടെ ഒരു പിടി മണ്ണെന്ന് പറഞ്ഞ് ഒരു അതിൻ്റെയൊക്കെ ഒരു സെപ്റ്റംബറിലാണ് അതിന്റെ സ്ഥലം മേടിക്കാനുള്ളത്. അത് കുറച്ച് ഒരു പൈസക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് പറ്റുവാണെങ്കിൽ നിങ്ങളെ ഉണ്ട് ചെയ്യല്ലേ ചെയ്യാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിന്ന് പോയി ചെയ്തു. നിങ്ങൾ അവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് വഴിപാട് ചെയ്തു. ഉള്ളവർ ചെയ്യുക, ഇല്ലാത്തവർ ചെയ്യേണ്ട, അതിനൊന്നും കുഴപ്പമില്ല. ചെയ്യുന്ന മനസ്സോട് ചെയ്യുക, അവിടെ ഉള്ള പോലെ. അല്ലാത്തവർ ചെയ്യണ്ട കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇന്ന് പോയി ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കൊടുക്കുന്നുണ്ട്. അപ്പൊ വലിയ സന്തോഷമാണ് ഇതൊക്കെ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ വെള്ളിയാഴ്ചകൾ അമ്പലത്തിൽ പോയിട്ട് വരുന്നവരുണ്ട്. ഞാൻ അതിനുവേണ്ടി രാവിലെ തൊട്ട് ഉച്ചവരെ ഇരിക്കും. അല്ലാതെ വേറെ കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയാണ്. അപ്പം ഞാൻ അവർക്ക് ഇവിടെ മുരുകൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ധൃതി വെച്ച് വരുമൊന്നും വേണ്ട. ധൃതി വെച്ച് വന്നാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ വന്നാൽ മതി. ഞാൻ ഫോട്ടോ ഇവിടെ വെച്ചേക്കാം. തിരക്ക് പിടിക്കുക വേണ്ട.
പിന്നെ ഞാൻ പുത്തൻകാവിലും ഞങ്ങൾ ഫോട്ടോ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കൊടുക്കുന്നുണ്ട്. അതായിട്ടില്ല, അത് വന്നിട്ടില്ല. പിന്നെ ഏറ്റുമാനൂരപ്പൻ്റെ ഫോട്ടോയും വെക്കുന്നുണ്ട്, അതും ആളുകൾക്ക് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. ഒന്നും പൈസയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ ചെയ്യുന്നുണ്ട്. അത് ഏറ്റുമാനൂരപ്പൻ്റെ പുത്തൻകാവിലുമ്പയൊക്കെ വരാൻ കിടക്കുവാണ്. മുരുകൻ്റെ എൻ്റെ ഇരിപ്പുണ്ട്, ചെറിയ ഫോട്ടോ. അപ്പോൾ അത് എൻ്റെ ഒരു പ്രാർത്ഥന അതിൻ്റെ അകത്തുണ്ട്, എൻ്റെ ഒരു ടച്ച് അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് നിങ്ങൾ സൗകര്യം പോലെ, ഇപ്പം ഇന്നോ നാളെയോ എന്നല്ല, ഒരു വർഷം കഴിഞ്ഞാണേലും പതുക്കെ വന്നാൽ മതി. ഈ വെള്ളിയാഴ്ചകൾ ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഇവിടെ കാണും. അപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോകൾ തരും പ്രാർത്ഥനയോടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.